ചന്ദ്രമതിയുടെ കാണാതായ പണം മോഷ്ടിച്ചത് രേവതിയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് കേട്ടോ. പക്ഷേ ചന്ദ്രമതിയുടെ പണം എടുത്തേക്കേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം, അത് എടുത്തേക്കേണ്ട വേറെ ആരെല്ലാം ശ്രുതിയാണ്. പക്ഷേ ആ പഴി കേൾക്കേണ്ടി വരുന്നത് രേവതിക്കാണ്. രേവതിയാണ് എടുത്തത് എന്നാണ് ഉറപ്പിച്ച് പറയുന്നത് ചന്ദ്രമതി. പക്ഷേ ഭാമ പറയുന്നുണ്ട്, ഒരിക്കലും രേവതി അങ്ങനെ ചെയ്യില്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, രേവതിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് വരില്ല എന്ന് പറയുന്നുണ്ട്. ഭാമ രേവതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി ഉറപ്പിച്ച് പറയുന്നത് രേവതി തന്നെയാണ് ആ പണം എടുത്തേക്കണമെന്നാണ്. നല്ല ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു എപ്പിസോഡിലൂടെയാണ് കേട്ടോ ഇന്നത്തെ ചെമ്പനീർ പൂവ്. അപ്പോൾ കൂട്ടുകാരെല്ലാവർക്കും ഇന്നത്തെ ചെമ്പനീർ പൂവിലേക്ക് സ്വാഗതം. ശ്രുതിയുടെ അടുത്തുനിന്ന് 2 ലക്ഷം രൂപ ആന്റണി ബ്ലാക്ക് മെയിൽ ചെയ്ത് മേടിച്ചു. ആ പൈസ ശ്രുതി കൊണ്ടുപോയി മീരയെയും കൂട്ടി ആന്റണിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ശ്രുതി പോയതിന് ശേഷം നവീൻ ദാസ് അകത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് ആന്റണിയോട് സംസാരിച്ചിട്ട് ആന്റണിയോട് പറയാണ്, എന്തായാലും 2 ലക്ഷം രൂപ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഷെയർ ഇതാന്ന് പറയണം. അങ്ങനെ ആന്റണി ഷെയർ എടുത്തിട്ട് നവീൻ ദാസിന് കൊടുത്തിട്ട് പറയാണ്, നീ കുറച്ച് ദിവസം പോയി അടിച്ച് പൊളിക്ക്, അത് കഴിഞ്ഞിട്ട് നീ തിരിച്ചു വാ, അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പറയണം. അങ്ങനെ നവീൻ ദാസ് പറയാണ്, ശരി, ഇനി ഞാൻ ഡയറക്റ്റ് ശ്രുതിയോട് പൈസ ചോദിക്കില്ല, ഞാൻ നിൻ്റെ കൂടെ കൂട്ടുകച്ചവടമായിട്ട് ഇരുന്നോളാം, നീ പൈസ മേടിച്ചാൽ മതി, അതിൽ നിന്ന് എനിക്കൊരു ഷെയർ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നവീൻ ദാസ് സന്തോഷമായിട്ട് ശ്രുതിയുടെ അടുത്തുനിന്ന് ആന്റണി ബ്ലാക്ക് മെയിൽ ചെയ്ത് മേടിച്ച പൈസയും മേടിച്ചിട്ട് നവീൻ ദാസ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആന്റണിക്ക് ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ കിട്ടിയ സന്തോഷത്തിലാണ് ആന്റണി ഇരിക്കുന്നത്. അങ്ങനെ അത് അവിടെ കഴിഞ്ഞു കൂട്ടുകാരെ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ റൂമാണ്. ശ്രുതി കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ കൂട്ടിലിട്ട വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ശ്രുതി എന്തോ ഗാഢമായ ആലോചനയിലാണ്. അങ്ങനെ ശ്രുതി പറയുന്നത് ഒന്നും ശ്രുതി ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നിനക്ക് പറ്റി എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഒന്നുമില്ല ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് ഒരു കോൾ വരും. കോൾ അറ്റൻഡ് ചെയ്യുക. ശ്രുതി നോക്കുമ്പോൾ പ്രശാന്ത് സാറാണ്. സബ് ഡീലർഷിപ്പ് നോക്കിയിട്ട് ചോദിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ ശ്രുതി ആ കോൾ അറ്റൻഡ് ചെയ്ത്, നോക്കാം സാർ, ഞാൻ വിളിക്കാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രുതിയോട് പറയാണ്, പ്രശാന്ത് സാറാണ്, ഒരിക്കൽ ഞാനൊരു ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് 100 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ചതാ, അപ്പോൾ ഇയാൾ നമ്മളെ ഒന്നും അംഗീകരിക്കില്ലായിരുന്നു, ഇപ്പം ഇയാൾ ഇങ്ങോട്ട് വിളിച്ച് കെഞ്ചിക്കൊണ്ടിരിക്കുക, അതാണ് ശ്രുതിയുടെ സമയം തെളിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്രുതി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ശ്രുതി പെട്ടെന്ന് നോക്കുമ്പോൾ ശ്രുതി അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുക. എന്താ ശ്രുതി, എന്താ പറ്റി ചോദിക്കുമ്പോൾ ഒന്നുമില്ല പറയും. ഞാൻ പറയണത് വല്ലതും നീ കേട്ടോ? ആ കേട്ടു. എന്ത് കേട്ടു എന്നാ? നീ ഒന്നും കേട്ടിട്ടില്ല, നിനക്ക് എന്താ പറ്റിയേ? ഉച്ചയ്ക്ക് ആ കോള് വന്നപ്പോൾ മുതൽ നീ ആകെ ടെൻഷനിലാണല്ലോ, എന്താ നിനക്ക് സംഭവിച്ചാൽ ചോദിക്കുമ്പോൾ ഒന്നുമില്ല പറയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രുതി? ഉണ്ടെങ്കിൽ എന്നോട് പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് ചൂടാവാണ് ശ്രുതിയോട്. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കിത്തിരി സമാധാനം തരുമോ? ഞാൻ പറഞ്ഞ എൻ്റെ പ്രശ്നങ്ങൾ ശ്രുതി തീർത്തു തരുമോ? ഒരു സമാധാനം തന്നാൽ മതി, എനിക്ക് ഒരു പ്രശ്നം തീർക്കാൻ വന്നേക്കണു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോവാണ്. ശ്രുതി ഒരു കാര്യം ഇതൊക്കെ എടുത്തു വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ചാടിത്തുള്ളി ഇറങ്ങിപ്പോവാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി വിചാരിക്കാണ്, ദൈവമേ ഇപ്പൊ ശ്രുതിക്ക് എന്താ പറ്റി, എന്തിനാ ഇപ്പൊ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അവളിപ്പോ എന്നൊക്കെ അങ്ങനെ വിചാരിക്കാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം അവിടെ ക്ലോസ് ആയി. പിന്നെ കാണിക്കുന്നത് ഭാമയുടെ വീടാണ്. ഭാമയുടെ വീട്ടിൽ ഒരു തുണിക്കാരി വന്നിട്ട്, സാരി വിൽക്കുന്ന ഒരു സ്ത്രീ വന്നിട്ട് ചന്ദ്രമതി സാരികൾ നോക്കണം. അപ്പം ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, മാഡത്തിന് ഈ കളർ നന്നായി ചേരും, ഈ കളർ നന്നായി ചേരും എന്നൊക്കെ ഇങ്ങനെ ആ സ്ത്രീ ചന്ദ്രമതിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ സാരികൾ വാരി കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, നന്നായി കച്ചവടം ചെയ്യാൻ അറിയാമോ ഇവൾക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ സാരികളൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട്. അതെടുത്തോ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, സാരിയുടെ ഷെയ്ഡ് കുറച്ച് കുറവാണെങ്കിലും മാഡം അത് ഉടുത്താൽ നല്ല ഭംഗിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതിനെ ആ കച്ചവടത്തിന്റെ തന്ത്രം കൊണ്ട് ചന്ദ്രമതിനെ വീഴ്ത്താൻ ശ്രമിക്കണം. അങ്ങനെ ചന്ദ്രമതിനെ വീഴ്ത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് രേവതി കയറി വരാണ്. രേവതി കയറി വരുമ്പോൾ ചന്ദ്രമതി, ഇന്ന് കുറേ പൂവുണ്ടല്ലോടി, എവിടേക്കാ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ട് പറയണം. ഭാമേൻ്റെ ഈ പൂവ് എവിടെ വെക്കേണ്ടത് ചോദിക്കുമ്പോൾ പറയും, മോളത് അകത്ത് കൊണ്ടുപോയി വെച്ചോ പറയും. അപ്പോൾ ശരി പറയും. എന്നിട്ട് രേവതി പൂവ് അകത്ത് കൊണ്ട് വെച്ചിട്ട് വരുമ്പോൾ പറയും, ഭാമ പറയും, മഴ വരുന്നുണ്ട് ചന്ദ്രേ, ഞാൻ ആ ടെറസിൽ കിടക്കുന്ന തുണികൾ എടുത്തിട്ട് വരാൻ പറയുമ്പോൾ, നീ അവിടെ ഇരിക്കേ, മഴയൊന്നും പെയ്യില്ല പറയുമ്പോൾ, അല്ല ചന്ദ്രേ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, നീ അവിടെ ഇരിക്കേ, രേവതി പോയിട്ട് ടെറസിൻ്റെ മുകളിൽ കിടക്കുന്ന തുണികളൊക്കെ എടുത്തോടുന്ന ഭാമയുടെ റൂമിൽ വെക്കുക പറയാണ്. അപ്പോൾ രേവതി, വേണ്ട ചന്ദ്രേ, ഞാൻ ചെയ്തോളാം, എന്തിനാ അവളെ കൊണ്ട് പണിയിപ്പിക്കണം, അവൾക്ക് 100 കൂട്ടം ജോലികളുണ്ട്, അവൾക്ക് ഇനിയും പൂ കൊടുക്കാനുള്ളതല്ലേ, വെറുതെ നിർത്തിയിട്ട് അവളെ എന്തിനാ വെറുതെ പണിയിപ്പിക്കണമെന്ന് പറയുമ്പം ചന്ദ്രമതി പറയും, അതൊക്കെ അവൾ ചെയ്തോളും, പോയി എടുത്തിട്ട് വേടി പറയണം. അങ്ങനെ രേവതി ടെറസിൽ പോയി ഭാമയുടെ തുണികൾ മുഴുവൻ എടുത്തു കൊടുന്ന് മടക്കി ഭാമയുടെ അലമാറയിൽ വെക്കുകയാണ്.
എന്നിട്ട് വന്നിട്ട് പറയണം ബാമാൻറ്റി ഞാൻ പോവാണ് പറയണം. അപ്പോൾ മോളെ നിനക്ക് പൈസ വേണ്ടേ? ഇത് പൂവല്ലേ, കുറച്ച് പൂവല്ലേ ഉള്ളൂ ബാമാൻറ്റി, അതൊന്നും വേണ്ട പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പൈസ വേണം, നിൻ്റെ ബിസിനസ് ഇതല്ലേ, നിനക്ക് പൂ മേടിക്കാൻ നിനക്ക് മാർക്കറ്റിൽ നിന്ന് വെറുതെ പൂവൊന്നും കിട്ടില്ലല്ലോ, പൈസ കൊണ്ടൊക്കെയെന്ന് പറയുമ്പോൾ വേണ്ട ബാമാൻറ്റി പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല ഇന്ന് ബാമാൻറ്റി എനിക്ക് ജീപേ ചെയ്ത് തന്നാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ രേവതി അവിടുന്ന് പോവാണ്. അങ്ങനെ ചന്ദ്ര സാരികളൊക്കെ സെലക്ട് ചെയ്തു. സാരികൾ സെലക്ട് ചെയ്തപ്പോൾ എത്ര രൂപ ചോദിക്കുമ്പോൾ 3500 രൂപ പറയും. അപ്പോൾ ബാമോട് പറയും ബാമ എൻ്റെ പൈസ ഇവിടെ ഇരിക്കണില്ലേ, അതിനൊരു 3500 രൂപ എടുത്തിട്ട് വാന്ന് പറയണം. അപ്പം ബാമ ശരി പറഞ്ഞിട്ട് ആ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകണം. അകത്തേക്ക് പോയിട്ട് അലമാറ തുറന്ന് നോക്കണ സമയത്ത് ചന്ദ്രയുടെ ഈ 3500 രൂപ എടുക്കാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കണ സമയത്ത് ചന്ദ്രയുടെ പൈസ അലമാറയിൽ കാണാനില്ല കൂട്ടുകാരെ, പൈസ മിസ്സിങ് ആണ്. അപ്പം ബാമ അയ്യോ ഞാൻ ഇത് ഇവിടെ തന്നെയാണല്ലോ വെച്ചത്, എവിടേക്ക് പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് ബാമ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ പൈസ കാണാനില്ല. അപ്പം ബാമ പറയുന്നുണ്ട് ചന്ദ്രയെ ഒന്ന് വേഗം വാ പറയാം. അപ്പോൾ തുണിക്കാരിയോട് പറയേണ്ട ഇവിടെ നിൽക്കാൻ ഞാൻ അപ്പം വരാം. എന്നിട്ട് ചന്ദ്ര അകത്തേക്ക് പോകണ്ട, എന്താടി എന്താ പറ്റി ചോദിക്കുമ്പോൾ പറയും നിൻ്റെ ക്യാഷ് കാണാൻ. അയ്യോ ക്യാഷ് കാണാനില്ലേ ചോദിച്ചിട്ട് ചന്ദ്ര ഉറക്കക്കറിയാണ്. എവിടെ പോയി, നീ ഇത് എവിടെ വെച്ച് ശരിക്കും നോക്കുന്നൊക്കെ പറയണം. അപ്പം ബാമ പറയും ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞിട്ട് ബാമയും ചന്ദ്രയും കൂടിയിട്ട് ഇങ്ങനെ തരയാണ്, പക്ഷെ പൈസ കാണാനില്ല. അപ്പോൾ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട, പൈസ എവിടെ പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് ചന്ദ്ര ആകെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ പറയും തുണിക്കാരി ഫ്രണ്ടിൽ നിന്ന് മാഡം വിളിക്കുകയാണ്. അപ്പോൾ ബാമ പറയാണ് അതിന് പൈസ കൊടുക്കണ്ടേ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല കേട്ടോ ചന്ദ്ര, നീ എന്താ വെച്ചാൽ അതിനെ പറഞ്ഞു വിട് പറയണം. അപ്പോൾ ചന്ദ്ര പോയിട്ട് പറയാണ് അതെ പൈസ ബാങ്കിൽ നിന്ന് എടുത്തു കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാമ അതൊരാവശ്യത്തിന് ചിലവാക്കി, അതുകൊണ്ട് പൈസ ഇപ്പം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, എനിക്ക് പിന്നെ മതി പറയണം. അല്ല മാഡം ഇത് ഇവിടെ ഇരുന്നോട്ടെ, മാഡം പിന്നെ പൈസ തന്നാൽ മതി എന്ന് പറയണം. ഏയ് വേണ്ട വേണ്ട നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നെ എടുത്തോളാം പറയാം. അപ്പം ശരി മാഡം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം പറഞ്ഞിട്ട് ആ സ്ത്രീ സാരികളും കൊണ്ട് തിരിച്ചു വന്ന് ചന്ദ്ര വീണ്ടും ബഹളാണ്, ഈശ്വര എൻ്റെ പൈസ പോയില്ലോ, ബാമേ നീ എവിടെ വെച്ച് ഒന്നും കൂടി നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അലമാറ മുഴുവൻ വലിച്ച് തുണികളെല്ലാം വലിച്ച് നോക്കുമ്പോൾ കാണാനില്ല. അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ബാമേൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ അവിടെ ഇരിക്കേണ്ട, അതൊന്നും പോയിട്ടില്ല. അപ്പോൾ ചന്ദ്രമതി പറയാണ് ബാമേ നിൻ്റെ സ്വർണ്ണമൊക്കെ ഇരിക്കേണ്ട, അതൊന്നും പോയിട്ടില്ല, അപ്പം എൻ്റെ 2 ലക്ഷം രൂപ മാത്രമാണ് കാണാതെ പോയത്. അപ്പോൾ ബാമ പറയും അത് നേരായ വഴി കൂടെ സമ്പാദിച്ച പണമല്ലല്ലോ, അത് കുറുക്ക് വഴി കൂടെ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് തന്നെ അത് പോയി പറയുമ്പോൾ ചന്ദ്ര പറയും മിണ്ടാതിരുന്ന ബാമേ നീ എൻ്റെ വായിന്ന് കേൾക്കാൻ നിൽക്കണ്ട, നിന്നെ കൊല്ലാനും എനിക്ക് തോന്നണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ വേറെ ആരെങ്കിലും വന്നോ? അപ്പം ഇവിടെ വേറെ ആരും വന്നിട്ടില്ല, ശരിക്കും നോക്കുക ബാമേ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുക പറയുമ്പോൾ ഇല്ല ഇവിടെ വേറെ ആരും വന്നിട്ടില്ല. രേവതി വന്നില്ലേ ഇവിടെ, അവൾ റൂമിലേക്ക് വന്നില്ലേ, അവൾ തന്നെ എടുത്തുണ്ടാവുക, അവൾ തന്നെ എടുത്തുണ്ടാവുക, എനിക്ക് ഉറപ്പാണ്, മോഷ്ടാക്കളുടെ ഫാമിലി അല്ലേ, അവൾ തന്നെ എടുത്തുണ്ടാവുക. അപ്പോൾ ബാമ പറയും ചന്ദ്രേ നീ വെറുതെ രേവതിയെ കുറ്റപ്പെടുത്തരുത്, ആ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൾ അങ്ങനെ ഒരു ക്യാരക്ടറല്ല, നീ എന്തൊക്കെ പറഞ്ഞാലും രേവതി അത് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല, കാരണം രേവതിക്ക് എത്ര കാശിന് ആർത്തി ഉണ്ടെങ്കിലും അവൾ കക്കില്ല എന്ന് പറയണം. അപ്പോൾ ചന്ദ്ര പറയണം നീ പറയല്ലേ, അവൾക്കിപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, വക്കീലിന് 5 ലക്ഷം രൂപ കൊടുത്താണല്ലോ, അത് എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടാവും ആ പൈസ തിരിച്ചു കൊടുക്കണ്ടേ, അതിനുവേണ്ടി അവൾ തന്നെ എൻ്റെ പൈസ എടുത്തേക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതി തന്നെയാണ് അത് എടുത്തേക്കണമെന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ബാമ പറയണ്ടേ ഞാൻ വിശ്വസിക്കില്ല, രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ബാമ രേവതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി പറയും ഞാൻ ഇപ്പോൾ ശരിയാക്കി കൊടുക്കാം, ഞാൻ വീട്ടിൽ പോകണ്ട്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മിസ് കോൾ അടിക്കാം, അപ്പം നീ എന്നെ വിളിക്കണം, രേവതിയുടെ കയ്യിൽ നിന്ന് ഈ പൈസ മേടിക്കാൻ എനിക്കറിയാം, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, നീ ചോദിക്കുക രേവതിയോട് പൈസ കൊണ്ടുവന്നേരാൻ, ഞാനൊന്നും അവളെ വിളിക്കില്ല, നീ തന്നെ വേണമെങ്കിൽ ചോദിച്ചോ പറയണേ ചന്ദ്രമതിയോട് ബാമ. അപ്പോൾ ചന്ദ്രമതി പറയും ശരി ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ വിഷമിച്ചിട്ട് ആ പൈസ കാണാനില്ല എന്നുള്ള സങ്കടത്തിൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ സച്ചി ടയർ വൃത്തിയാക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ്ടേടാ എന്തിനാടാ അതൊക്കെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് വൃത്തിയാക്കണം, നിനക്കിത് ആവശ്യമില്ലാത്താണെങ്കിൽ നീ അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കുക, പുറത്ത് വീടിൻ്റെ അകത്താണ് വെക്കുമ്പോൾ അല്ല അച്ഛാ അത് ആവശ്യമുള്ളതാ, ഞാൻ അതൊന്ന് വൃത്തിയാക്കിയതാന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയത്ത് രേവതി പൂക്കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയും കൊണ്ട് വന്ന് വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നിട്ട് പറയാണ് സച്ചേട്ടാ പൂ കൊടുത്ത രേവതി വെച്ച് പൂവ് സച്ചേട്ടാ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് മണ്ഡപ ഡെക്കറേഷന് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ കൊട്ടേഷൻ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ഏകദേശം ഒരു വില കണക്കാക്കിയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ സച്ചിയും രവീന്ദ്രനും കൂടി പറയാം അത് നിനക്ക് തന്നെ കിട്ടും എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയാം മോളെ ആ ഓർഡർ എന്തായാലും മോൾക്ക് തന്നെ കിട്ടും പറയുമ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ വിചാരിക്കണം. ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ വരുമ്പോൾ പൂക്കച്ചവടം കഴിഞ്ഞിട്ട് അവൾ വന്നിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് അകത്തേക്ക് കയറി വന്നിട്ട് പറയാണ്
അപ്പൊ സച്ചി ഇങ്ങനെ പണിയുണ്ട്, രേവതി അവന്റെ അടുത്തിരിക്കണ പറയണം, അവൻ പണിയണത് നോക്കി വെറുതെ ഇരിക്കാല്ലേ, അവന് പണിയണത് നോക്കിയിട്ട് നിനക്ക് ഒരു പണിയില്ലേ രേവതി ഇവിടെ വെറുതെ ഇങ്ങനെ വന്നിട്ട് ഇരിക്കാല്ലേ മറ്റുള്ളവർ പണിയണത് നോക്കിയിട്ട്, പോയിട്ട് എനിക്കൊരു ചായ എടുത്തിട്ട് പാടി എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണ, എൻ്റെ ചന്ദ്ര, ആ കുട്ടി പൂക്കച്ചവടം കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് നടു നിവർത്താൻ വേണ്ടി ഇരുന്നതാ, ആ സമയത്താണോ നിൻ്റെത്, ഒരു ഗ്ലാസ് ചായ നിനക്ക് ഉണ്ടാക്കി കുടിച്ചൂടെ, അവൾക്ക് എന്താ ഇവിടെ മലമറിക്കണ പണിയും ചോദിക്കുമ്പോൾ രേവതി പറയണം, മതി അമ്മ ഞാൻ അതിമ പിടിച്ച് കയറണ്ട, ഞാൻ ചായ ഉണ്ടാക്കി തരാം. അവൻ്റെ രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ചന്ദ്രൻ അങ്ങനെ വിചാരിക്കാനാ, എന്തൊരു ചൂടാന്നൊക്കെ വിചാരിച്ചിട്ട് ചന്ദ്രൻ വിചാരിക്കാനും ബാമേനെ മിസ് കോൾ അടിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ചന്ദ്രൻ മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഹോളിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറിയിട്ട് മെല്ലെ ബാമയ്ക്ക് ഒരു മിസ് കോൾ അടിക്കണം. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഫോൺ കട്ട് ചെയ്യുമ്പോൾ വന്നിട്ട് സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം ബാമ നോക്കുമ്പോൾ മിസ് കോളോ, ചന്ദ്രൻ മിസ് കോൾ അടിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ അവൾ വീട്ടിൽ പോയി അത് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനാവും വിളിച്ചിട്ടുണ്ടാവുക, ഇനിയിപ്പോൾ എന്താ അവൾ പറയണ്ടാവുക, എന്താവും അവളുടെ ഉദ്ദേശം, എന്തായാലും വിളിക്കാം പണ്ട് ചന്ദ്രൻ അങ്ങനെ ബാമേനെ വിളിക്കാണ്, വിളിച്ചില്ലെങ്കിൽ ഞാൻ അവളുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ബാമ ചന്ദ്രനെ വിളിക്കണം. ബാമയാണല്ലോ പണ്ട് കോൾ അടിക്കുമ്പോൾ ബാമയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഫോൺ എടുത്ത്, ഹലോ ബാമേ, എന്താടി പറയേ എന്നൊക്കെ പറയുമ്പോൾ, കാണാനില്ലേ, എവിടെ, ഷെൽഫിൽ വെച്ചതോ, 2 ലക്ഷം രൂപയോ, നീ എന്തിനാ ബാമ ഈ 2 ലക്ഷം രൂപയൊക്കെ ഷെൽഫിൽ വെച്ചത്, നിനക്കത് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കണം. അപ്പോൾ രവീന്ദ്രനോ സച്ചിയൊക്കെ അങ്ങനെ ആകെ ഞെട്ടാണ്. അപ്പോൾ ശ്രുതി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ ഇങ്ങനെ ആകെ വെള്ളറി വെളുത്ത് നിൽക്കുകയാണ്, പൈസ കാണാനില്ല എന്നുള്ള കാര്യം ഫ്ലാഷ് ആയല്ലോ. ശ്രുതി അങ്ങനെ കിടന്ന് പരിങ്ങാണ് ശ്രുതിയും. അപ്പം ഇങ്ങനെ പെട്ടെന്ന് വർഷ ശ്രീകാന്തും കൂടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ്ടായി ചോദിക്കുമ്പോൾ ശ്രീകാന്തിനോട് ശ്രുതി പറയണ്ടേട്ടാ, ബാമാൻറ്റിയുടെ 2 ലക്ഷം രൂപ കാണാനില്ല അത്രയെന്ന് ഇങ്ങനെ പറയണ്ട. അപ്പം ചന്ദ്രൻ്റെ മിണ്ടായിരിക്കടാ, മുഴുവൻ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാമ നീ ശരിക്കും എല്ലായിടത്തും നോക്കിയോ, ആണോ, ചന്ദ്രമതിയുടെ അടുത്ത് ബാമ പറയണ്ടേ, ചന്ദ്ര എൻ്റെ അല്ലേ കാണാതെ ഇല്ല, നിൻ്റെ അല്ലേ കാണാതെ ഇത്, എന്നിട്ട് എന്താ നീ ഇങ്ങനെയൊക്കെ പറയണ, ആണോ, അപ്പം നീ നോക്കിയിട്ട് കണ്ടില്ലേ, നീ ശരിക്കും ആലോചിച്ച് നോക്കി, എന്നാ അവിടെ ആരെങ്കിലും വന്നായിരുന്നോ, അതെയോ, സാരി വിൽക്കണ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നോ, അത് ഹോളിലാണ് നിന്നല്ലേ, പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരും വന്നില്ലേ, നീ ഒന്നും കൂടി ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. രേവതി വന്നായിരുന്നോ, അതെയോ, രേവതി പൂ കൊണ്ട് വന്നായിരുന്നു എന്ന്. അപ്പം പെട്ടെന്ന് രേവതി അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചി രവീന്ദ്രനും രേവതിയൊക്കെ അങ്ങനെ ഞെട്ടി നോക്കാണ്. അപ്പോൾ രേവതി വന്നായിരുന്നോ, രേവതി പൂ കൊണ്ട് വന്നിട്ട്, അതെയോ, നിന്റെ തുണികൾ അഴയെന്ന് എടുത്തു കൊടുന്നിട്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്തു കൊടുന്നിട്ട് റൂമിൽ മടക്കി വെച്ചു എന്നോ. അപ്പോൾ രേവതി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നിനക്ക് അവളെ സംശയം ഉണ്ടെന്നോ, അങ്ങനെ വരാൻ വഴിയില്ല ചന്ദ്രേ, അല്ല അങ്ങനെ വരാൻ വഴിയില്ല ബാമ എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. അപ്പോൾ രേവതി ഇങ്ങനെ ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ. സച്ചി ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. രേവതി കട്ടു, രേവതി ആ പണം എടുത്തു എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് ചന്ദ്രമതി ആ ക്ലൈമാക്സ് കൊടുന്ന് എത്തിക്കുന്നത്. അപ്പോൾ ചന്ദ്രമതി പറയണ്ടേ, രേവതി എടുത്തുന്നോ, രേവതി എടുത്തിട്ടുണ്ടെന്ന് രേവതിനെ നിനക്ക് സംശയം ഉണ്ടോന്നോ. അപ്പോൾ ബാമ പറയണ്ട അപ്പുറത്തുനിന്ന്, എന്താ ചന്ദ്രേ നീ പറയണേ, ഞാൻ അങ്ങനെ പറഞ്ഞോ, ഞാൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, അതെ നിനക്ക് സംശയം ഉണ്ടെന്നല്ലേ രേവതിനെ അല്ലേ, അവളാണ് അവിടെ വന്ന് നിന്റെ റൂമിലേക്ക് വന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ആകെ അന്തം വിട്ട് നോക്കുകയാണ് ശ്രീകാന്തും വർഷി രവീന്ദ്രനും എല്ലാവരും. പക്ഷെ ശ്രുതിക്കൊരു സമാധാനം പോലെ ഉണ്ട്, കാരണം രേവതിയുടെ മണ്ടയ്ക്ക് കുറ്റം വരുന്നുള്ളതിലാണ് ശ്രുതി ഇരിക്കുന്നത്. അപ്പം ചന്ദ്രമതി അത് കൊണ്ടെത്തിക്കുന്നത് രേവതി ആ പൈസ എടുത്തു, രേവതിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ചു കിട്ടിക്കണം എന്നുള്ള അർത്ഥത്തിലേക്കാണ് ചന്ദ്രമതി കൊണ്ടെത്തിക്കുന്ന കൂട്ടുകാരെ. ഈ ഒരു വാർത്ത കേട്ടിട്ട് ആകെ നെഞ്ച് തകർന്നിട്ടാണ് രേവതി സച്ചി നിൽക്കണത് കേട്ടോ. കാരണം രേവതി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ കുറ്റം എങ്ങനെയെങ്കിലും രേവതിയുടെ തലയിലേക്ക് എത്തിക്കണം. പക്ഷെ ചന്ദ്രയ്ക്ക് അറിയില്ല, ചന്ദ്രനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവിടെ വന്നിട്ടുണ്ട് രേവതി മാത്രമാണ്, വേറെ ആരും വന്നിട്ടില്ല. ശ്രുതി എടുത്തേക്കണ കാര്യം ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ രേവതിക്ക് ആ വിരൽ ചൂണ്ടി എല്ലാവരും വിരൽ ചൂണ്ടി നിൽക്കുന്ന ഭാഗത്തേക്കാണ്, എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ചന്ദ്രമതി വിരൽ ചൂണ്ടി നിൽക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ ക്ലൈമാക്സ് വരുന്നത്. അപ്പം എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എന്നത്തെയും പോലെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.